ഇമാജിൻ നമ്മളിങ്ങനെ നടന്നു പോവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുവാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മളങ്ങനെ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവാണ്. കേൾക്കുമ്പോൾ ഒരു കഥയുടെ തുടക്കമോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ തുടക്കമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇത് ശരിക്കും നടന്ന സംഭവമാണ്. നോർത്തേൺ കസാഖ്സ്ഥാനിലെ കലാച്ചി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഇത് നടക്കുന്നത്. ഒരു 2013 തുടക്കത്തിലാണ് ഒരു വില്ലേജ് തന്നെ ഒരു സ്ലീപ്പി ഹാലോ ആയിട്ട് മാറുന്നത്. ആ വില്ലേജിനെ പറ്റിയിട്ടാണ് ഇന്ന് മാപ്സ്റ്റിക് എക്സ്പ്ലെയിനിൽ ഞാൻ പറയുന്നത്. ഓവർ 2 years ആ വില്ലേജിൽ താമസിച്ചിരുന്ന 150ഓളം ആൾക്കാർക്ക് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു പീസ്ഫുള്ളായിട്ട് ഉറക്കത്തിലേക്ക് പോവല്ല. ആ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹൊറിഫിക് ഹാലുസിനേഷൻസ് അടക്കം അവർക്ക് വന്നിട്ടുണ്ട്. ഈ പിച്ചും പേയും പറച്ചിലും അങ്ങനെയൊക്കെ. കുട്ടികളുടെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മുഖത്ത് കൂടെ ഒച്ചഴിയുന്ന പോലെ രീതിയിലും ഫ്ലൈയിങ് മോൺസ്റ്റേഴ്സിനെ കാണുന്ന രീതിയിലൊക്കെ ഹാലുസിനേഷൻ വന്നിട്ടുണ്ട്. ഈവൻ ആനിമൽസിനും ഈ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ ഉറങ്ങി കുറേ ദിവസം കഴിഞ്ഞ് അവർ എണീക്കുവാണെങ്കിൽ ആ എണീക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് സിവിയർ ഹെഡേക്കും നോസിയ ഫീലും അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒരു ഫീലും അങ്ങനത്തെ കുറച്ച് കണ്ടീഷനായിട്ടായിരിക്കും അവർ എണീക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഗ്ലോബലിയുള്ള മെഡിക്കൽ എക്സ്പേർട്സ്, എപ്പിഡെമിയോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ് എല്ലാം വന്നു, കാരണം കണ്ടെത്താൻ നോക്കി. അപ്പോൾ ആദ്യം അവർ വിചാരിച്ചത് അവർക്ക് റൂട്ട് കോസ് കണ്ടെത്തണമല്ലോ. അപ്പോൾ ഹിസ്റ്ററി ആണോ, പോയ്സണിങ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്നൊക്കെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ റീസൺ കണ്ടെത്താൻ നോക്കിയവർ ഫസ്റ്റ് വിചാരിച്ചത് ഇതൊരു റേഡിയേഷൻ പോയ്സണിങ് ആണെന്നാണ്. കാരണം കലാച്ചി എന്ന് പറഞ്ഞ ടൗണ് ഗ്രാസ്നഗോസ്ക് എന്ന് പറഞ്ഞ ഗോസ്റ്റ് ടൗണിൻ്റെ അടുത്താണ്. അവിടെ സോവിയറ്റ് ഏരിയയിലുള്ള യുറാനിയൻ മൈൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ ആയിരിക്കും ഇതിൻ്റെ റീസൺ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ആ റേഡിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 7000 വീടുകളിൽ അവർ ചെക്ക് ചെയ്തു. പക്ഷെ എല്ലാവരും നോർമലാണ്. ഇപ്പോൾ റേഡിയേഷൻ ഉണ്ടായാൽ പോലും സഡൻ ഉറക്കത്തിലേക്ക് പോകുന്നൊരു സംഭവമല്ലായിരിക്കും. കൂടുതലും സെല്ലുലാർ ഡാമേജ്, ഓർഗൻ ഡാമേജ് അങ്ങനെയൊക്കെയാണ് വരാം. അപ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡായി എന്തായിരിക്കും റീസൺ എന്ന്. കാരണം റേഡിയേഷൻ അല്ലാന്ന് ഉറപ്പായി. 2015 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ റിയൽ കൾപ്രിറ്റ് അല്ലെങ്കിൽ റിയൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചു. മൈൻ തന്നെയാണ് റീസൺ, പക്ഷെ റേഡിയേഷൻ കൊണ്ടല്ല. പകരം ഈ യുറാനിയൻ മൈൻ ഫ്ലഡ് ആകുമ്പോൾ അത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബൺസും വില്ലേജിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡ് ഹ്യൂമൻ ബോഡി ആയിട്ട് ഓക്സിജനേക്കാളും 200 times കൂടുതലായിട്ടാണ്, ഇഫക്റ്റീവായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് സംഭവിക്കും? ഇത് പയ്യെ ആ വില്ലേജിലുള്ള സൈലൻ്റായിട്ട് ഓക്സിജനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി അതിലേക്ക് റിയാക്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് ഡിഫെൻസീവ് ഷട്ട് ഡൗൺ ആണ് അവരുടെ ബോഡി റിസൾട്ട് ആയത് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് കാരണം കൊണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഉറങ്ങിപ്പോണത്. അപ്പോൾ ഈ ഒരു റീസൺ കണ്ടുപിടിച്ച ശേഷം ഈ കാർബൺ മോണോക്സൈഡ് എല്ലാം നമ്മുടെ ആ വില്ലേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം അവിടുത്തെ വില്ലേജസൊക്കെ ഇവാക്വേറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇറ്റ്സ് എ ഹോണ്ടിങ് റിമൈൻഡർ. എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ പാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതെങ്ങനെയാണ് ഹ്യൂമൻ ബയോളജിനെ തന്നെ റീറിട്ടേൺ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എന്താണ് നമുക്ക് ഇപ്പോൾ പൊല്യൂഷൻ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാട്ടിത്തരുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഒരു സ്ലീപ്പിംഗ് വില്ലേജ്. അപ്പോൾ ഇതേപോലത്തെ നെക്സ്റ്റ് മിസ്റ്ററി ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.